തിരുവനന്തപുരത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലെ ചോർച്ചയിൽ വിചിത്രവാദവുമായി കേരള കോൺഗ്രസ് ബി. വീട് ചോർന്നതല്ല എന്നും വെള്ളം കോരി ഒഴിച്ചതാണെന്നും ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഓഗസ്റ്റ് മാസം 27-ാം തീയതി താക്കോൽ കൈമാറിയ വീടാണ് ചോർന്നൊലിക്കുന്നത്. മാറനല്ലൂർ സ്വദേശി സൈമൺ നാടാർക്കാണ് ജില്ലാ നേതൃത്വം ഷീറ്റിട്ട ഒറ്റമുറി വീട് പണിത് നൽകിയത്. 4 തൂണ് നിർത്തി അതിൻ്റെ മുകളിൽ ഷീറ്റും വിരിച്ച് ചുറ്റും ഇഴജന്തുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഷീറ്റോ അങ്ങനെ ഏതെങ്കിലും ഇട്ട് വളരെ ചുരുങ്ങിയ ലെവലിൽ ഞങ്ങളുടെ പാർട്ടികളിലുള്ള പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് ഇത്രത്തോളം വലുതായി സംഗതി. അയാളുടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത ആളുകളാണ്. ഇയാളുടെ സ്വഭാവം കാരണം ആ സ്വഭാവത്തിൻ്റെ ആ മഹിമ കൊണ്ടാണ് ആ ഒരു വെള്ളം പോലും കൊടുക്കുക. വെള്ളം കയറി കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ അത് നോക്കാനായിട്ട് അതിന് പരിഹരിക്കാനായിട്ട് നമ്മൾ ഇന്ന് പോകും. അപ്പോഴും നമുക്ക് മനസ്സിലാവും വെള്ളം കോരി ഒഴിച്ചതല്ലോ, ചുമര് വഴി വെള്ളം ഇറങ്ങിയതാണ്. അത് കാണണം, നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിന് ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അല്ല ഉണ്ട്, അത് നമ്മൾ കണ്ടു. പിന്നെ അതനുസരിച്ച് വെള്ളം കോരി ഒഴിച്ചെന്ന് പറയുന്നത് ശരിയല്ലോ. അല്ല, കോരി ഒഴിച്ചെന്നല്ല ഈ പറയുന്നത്. പുലർച്ചെ കണ്ടിട്ട് വന്നതാണ്. അല്ല, അത് ചിലപ്പം കഴുകാനായിട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെയ്തോ ഇല്ലയെന്ന് എന്താണെന്ന് കിടന്ന് കിടക്കാക്കില്ല. ചൂട് സമയത്താണ് അകത്ത് കയറാക്കത്തില്ല. മഴയത്താണെങ്കിൽ അകത്ത് വെള്ളം എനിക്ക് ഒരു കാരണവശാലും കിടക്കാക്കത്തില്ല. ഇന്നുവരെ ഈ മണിക്കൂർ വരെ എൻ്റെ ഈ ഷെഡിനാണ് കിടക്കുന്നത്. അതിനകത്ത് കയറാക്കത്തില്ല. ഈ വീട് വയ്ക്കാൻ തുടങ്ങിയ 3 പ്രാവശ്യം പറയും കക്കൂസ് ഒഴിക്കാത്ത ആക്കി കളയും. അടിച്ച് മൈതാനാക്കിയിട്ട് പോയി ആരോട് നിനക്ക് ഇവിടെ ആരുണ്ട്, എൻ്റെ പയലുകളാണ് നിൽക്കാൻ, നിന്നെ അവന്മാർ ഇതും ചെയ്യും അപ്പുറവും ചെയ്യുമെന്ന് രാധാകൃഷ്ണൻ സാറിൻ്റെ ഇത് ഞാൻ പറയും. സാർ ഇന്നപോലെ എന്നെ പറയാണ്, എൻ്റെ പയലുകളാണ്, നിനക്കൂടെ ആരുമില്ലല്ലോ, അടിച്ച് മൈതാനാക്കിയിട്ട് പോകും കേട്ടോ. ഈ ഭാഷയിലാണ് സംസാരിച്ചത്. അതെ അതെ. ഇതിനിടയിൽ ഇത്രയും പറഞ്ഞ് ഇതിനിടയിൽ ഞാൻ കല്ല് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയും. ഒരു 10-20 കല്ല് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ പറയും നിൻ്റെ ഒന്നും ഒരു കൊട്ടേഷൻ വേണ്ട. അത് ഈ വീട് വയ്ക്കാൻ തുടങ്ങി 3 പ്രാവശ്യമാണ് എന്നെ അടിക്കാൻ വന്നത്. വിചിത്രമായ സംഭവമാണ്. അരുൺ സോളമൺ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എന്തിനാണ് കേരള കോൺഗ്രസ് ബി ഇത്ര കുഴപ്പക്കാരനായ ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തത്? അയാൾ നാട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരാൾ എന്നൊക്കെയാണ് ഇപ്പോൾ പൂജപ്പുര രവി പ്രതികരിക്കുന്നത്. ആ വീട് ഒരു തട്ടിക്കൂട്ട് വീടാണെന്നാണോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഇന്ന് ആണ് ഇത്തരത്തിലൊരു ഈ വീട്ടുടമയെ അപമാനിക്കുന്ന തരത്തിലാണ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് റിപ്പോർട്ടർ സംഘം ഈ മാറനല്ലൂരിലുള്ള സൈമന്റെ വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം അടക്കമുള്ള തലസ്ഥാനത്ത് ശക്തമായി പെയ്ത മഴയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒറ്റമുറി മുറിയിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ രാവിലെ പുലർച്ചെ അവിടെ എത്തുമ്പോൾ അദ്ദേഹം മുറിയിൽ നിന്ന് ഈ വെള്ളം തൂത്ത് പുറത്തേക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ ശരിക്കും കണ്ടത്. അത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ശരിക്കും ഈ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണനെ ഈ വിവരം അറിയിക്കുന്നത്. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇതിൽ വീട്ടുടമയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം വെള്ളം കോരി ഒഴിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ വീട്ടുടമ സൈമൺ പ്രധാനമായും സൂചിപ്പിച്ചൊരു കാര്യം, ഈ വീട് 2 വർഷമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് പണി ചെയ്തത്. 2.5 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായത്. ഈ 2.5 ലക്ഷം രൂപ ചിലവാകുന്ന ഘട്ടത്തിൽ പോലും പലപ്പോഴും അദ്ദേഹം ഒരു 2 മുറിയെങ്കിലും വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ വീടിൻ്റെ ഉയരം 2 കല്ലെങ്കിലും ഉയർത്തി, ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി 2 കല്ലെങ്കിലും ഉയർത്തി വയ്ക്കണമെന്നുള്ള ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഈ പൂജപ്പുര രാധാകൃഷ്ണൻ ഉയർത്തി എന്നുള്ള ആരോപണമാണ് ശരിക്കും സൈമൺ നാടാർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വീട് ഈ ചോരുന്ന ഒരു അവസ്ഥയായപ്പോൾ പോലും ജില്ലാ കമ്മിറ്റിയോ ആരെയും തന്നെ അദ്ദേഹം അറിയിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൈമൺ നാടാർ ഈ കേരള കോൺഗ്രസ് ബിയുടെ പ്രാദേശികമായിട്ടുള്ളൊരു പ്രവർത്തകൻ കൂടിയാണ്. ഈ അവിടെ ഒരു പാർട്ടിയുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി അവിടെ എത്തുമ്പോഴാണ് ഇദ്ദേഹം ഒരു ചായ്പിൽ കഴിയുന്ന ഒരു അവസ്ഥ കണ്ടിട്ടാണ് ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിന് വീട് വെക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ 2 വർഷം നീണ്ടുനിന്ന ഒരു പ്രവർത്തനം, ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ടുള്ള സാമഗ്രികളെല്ലാം പലരും സ്പോൺസർ ചെയ്തതാണ്. ഇന്ന് പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള ചെലവ് ഇവർ വഹിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് ശരിക്കും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാറിയിരിക്കുന്നത്. പലപ്പോഴും കെ.ബി. ഗണേഷ് കുമാർ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ച് നൽകുന്നതെന്നുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള വീടുകളൊക്കെ വെച്ച് നൽകിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഒരു വീട് നിർമ്മാണത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നത്. ആ വീടിൻ്റെ കാഴ്ച കണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ശരിക്കും ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ ഈ വീട്ടുടമയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റുപാടുള്ള ആരും അദ്ദേഹത്തെ സ്വീകരിക്കില്ല, അദ്ദേഹത്തെ ആരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല എന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പുറത്തു
വരിക തന്നെ ചെയ്യും. കാരണം ശരി, അദ്ദേഹം അരുൺ, ഏതായാലും പൂർണ്ണമായിട്ടും കേരള പറയുന്നത് കോൺഗ്രസ് ബി ഈ നേതൃത്വം ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തേണ്ടതുണ്ട്. കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം.